ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമുക്ക് ഇന്നൊരു മോർണിംഗ് വ്ളോഗ് കണ്ടാലോ? വ്ളോഗ് എന്നൊക്കെ പറയാം, മോർണിംഗ് റൂട്ടീൻ. മോൻ സ്കൂളിൽ പോണ ദിവസത്തെ എൻ്റെ മോർണിംഗ് റൂട്ടീനാണ് കേട്ടോ. അപ്പം വന്ന് എണീറ്റ ഉടനെ ജനലൊക്കെ തുറന്നിട്ടപ്പോൾ നല്ലൊരു വെട്ടമൊക്കെ വരുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് ഫീലിംഗ് ആണല്ലേ. അപ്പോൾ ഞാൻ എണീറ്റ് വന്ന ഉടനെ ഇപ്പോൾ ഒരാഴ്ചയായിട്ട് കട്ടൻ ചായയാണ് കേട്ടോ കുടിക്കുന്നത്. ചായയാണ് കുടിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പം ഞാനിപ്പം ഒരു ഹെൽത്തി ഡയറ്റിലോട്ട് മാറി കേട്ടോ. നമ്മളിപ്പം എന്തൊക്കെയോ കഴിക്കുന്നു, എന്തൊക്കെയോ ചെയ്യുന്നു. അപ്പോൾ അതിൽ നിന്ന് മാറിയിട്ട് ഞാനിപ്പോൾ ഒരു ഹെൽത്തി ഡയറ്റാണ് ഫോളോ ചെയ്യുന്നത് കേട്ടോ. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കട്ടൻ ചായയൊക്കെ. അപ്പോൾ ഞാൻ വെള്ളം ചൂടാക്കാൻ വെച്ചത് മോന് വേണ്ടിയിട്ടാണ്. മോന് സ്കൂളിൽ കൊണ്ടുപോകാനായിട്ട് തിളപ്പിച്ച് ആറിയ വെള്ളമാണ് കൊടുത്തു വിടുന്നത്. നമ്മളെല്ലാം പ്യൂരിഫയറിലെ വെള്ളമാണ് ഉപയോഗിക്കുന്നത്. മോന് മാത്രം തിളപ്പിച്ചാറിയ വെള്ളമാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടാണ് കേട്ടോ. പുട്ടെന്ന് പറഞ്ഞാൽ ഗോതമ്പ് പുട്ടിനകത്ത് കുറച്ച് റാഗിയും കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഈ കൂരവിൻ്റെ ബെനിഫിറ്റ്സൊക്കെ അറിഞ്ഞതോടുകൂടി ഞാനിപ്പം ഒരുവിധം എല്ലാത്തിലും കൂരവ് ആഡ് ചെയ്താണ് കേട്ടോ കഴിക്കുന്നത്. നല്ലൊരു ഫുഡാണ് കേട്ടോ. എല്ലാവരും ആഡ് ചെയ്യാൻ ശ്രമിക്കണം. നമ്മൾ കഴിക്കുന്ന ദോശയ്ക്കകത്ത് ഇഡ്ഡലിക്കകത്തൊക്കെ ആഡ് ചെയ്ത് കഴിക്കാം കേട്ടോ. അപ്പം അതുപോലെ തന്നെ മുട്ട ദിവസവും രാവിലെ ഞാനിപ്പോൾ ഒരു പുഴുങ്ങിയ മുട്ട കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. എന്നുവെച്ചാൽ നമ്മുടെ വയറ് ഫുള്ളായൊരു ഫീലിംഗ് കിട്ടും. നമുക്ക് പിന്നെ വിശക്കത്തുമില്ല. അതിനായിട്ടൊന്ന് ഫുള്ളാവാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനോടെ ഒരു മുട്ടയും കൂടെ കഴിക്കും കേട്ടോ. അപ്പോൾ നമ്മളെ ആദിക്കുട്ടനും ആദമോളും കൂടെ ഉറക്കം എണീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. രണ്ടുപേരും ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞാണ് വരുന്നത്. ഗുഡ് മോർണിംഗ് എന്നൊക്കെ പറയുന്നതിൻ്റെ നാണമാണ് കേട്ടോ. ഗുഡ് മോർണിംഗ് ഒക്കെയാണ് പറയുന്നത് ഒളിഞ്ഞ്. അപ്പോഴത്തേക്കും നമുക്ക് 2 അടുക്കളയുണ്ട് കേട്ടോ. ഒന്നിനകത്ത് നമ്മുടെ വർക്ക് ഏരിയയാണ്. അപ്പോൾ അവിടെ ലഞ്ചിൻ്റെ കറികളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. മീൻ കറിയും അവിയലുമാണ് ഇന്നത്തെ ലഞ്ചിനുള്ളത്. അത് അമ്മയാണ് ഉണ്ടാക്കുന്നത്. ഞാനിവിടെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള പണികളൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ പുട്ടൊക്കെ നല്ലോണം ആവുന്നുണ്ട്. അപ്പോഴത്തേക്കും അവരച്ഛൻ പല്ലൊക്കെ തേപ്പിച്ച് നല്ല സുന്ദരനുമായിട്ട് ഇവിടെ വന്നിരിപ്പുണ്ട്. അപ്പോഴിതാണ്ട് പുട്ടാണ് കേട്ടോ. അപ്പോൾ പുട്ടിടുന്നതിന് മുമ്പേ അമ്മയെ കുറച്ച് മതി എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. പുട്ടായതുകൊണ്ടല്ല, പുട്ട് അവന് ഇഷ്ടമാണ്. പക്ഷേ അവൻ എന്ത് കൊടുത്താലും ഇങ്ങനെ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിപ്പിക്കാൻ എടുത്തിട്ട് ഞാൻ ചോറ് ഒക്കെ സെറ്റ് ചെയ്ത് വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവൻ്റെ ടിഫിൻ ബോക്സും അവൻ്റെ സ്നാക്സ് കൊണ്ടുപോകുന്ന പാത്രമൊക്കെ നന്നായിട്ട് കഴുകി വെച്ചു. അപ്പോഴേ വെള്ളം പോകാനായിട്ട് വെച്ച സമയത്ത് മുട്ടയൊക്കെ പൊരിച്ച് സെറ്റാക്കി. അവൻ മീൻ കഴിക്കത്തില്ല. മീൻ ഭയങ്കര സ്നാറ്റമെന്നാണ് അവൻ പറയുന്നത് കേട്ടോ. അതുകൊണ്ട് മുട്ടയും ചിക്കനും മാറ്റിയാണ് അവന് കൊടുത്തു വിടുന്നത്. എന്നിട്ട് ഇന്നത്തെ അവൻ്റെ ലഞ്ചിനകത്ത് മുട്ടയും അവിയലും തൈരുമാണ് ഞാൻ കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ സ്നാക്സിനകത്ത് ആപ്പിളും കുറച്ച് ഡേറ്റ്സ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ആ ഡേറ്റ്സും ആപ്പിളും കൂടെയാണ് അവന് ഞാൻ കൊടുത്തു വിടുന്നത്. ഓരോ ദിവസം മാറ്റിയാണ് കൊടുക്കുന്നത്. ഒരു ദിവസം ഫ്രൂട്ട്സ്, ഒരു ദിവസം എന്തെങ്കിലും സ്നാക്സ്, പിന്നെ ഒരു ദിവസം അവിൽ നനച്ച അവന് നല്ല ഇഷ്ടമാണ്. അപ്പോൾ അവിൽ നനച്ചത്, പയർ, അങ്ങനെ മാറ്റിയാണ് ഞാൻ കൊടുത്തു വിടുന്നത്. ഒന്ന് തന്നെ നമ്മൾ സ്ഥിരം കൊടുത്തു വിടുമ്പം ഒരു മടുപ്പ് വരും. അതുകൊണ്ട് മാറ്റിയാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ അവന് തിളപ്പിച്ചാറിയ വെള്ളമാണ് ഞാൻ ഇപ്പോൾ കൊടുത്തു വിടുന്നത്. പ്യൂരിഫയറിലെ വെള്ളമാണ് കൊടുത്തോണ്ടിരുന്നത്. ഇപ്പം അവന് പനി വന്നതിന് ശേഷം ഞാൻ തിളപ്പിച്ചാറിയ വെള്ളമാണ് കൊടുത്തു വിടുന്നത്. അപ്പോൾ ഈ ലഞ്ച് ബാഗും കൊണ്ടുവന്ന് നമ്മൾ സെറ്റിയിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പകുതി ജോലി തീർന്ന പോലെയാണല്ലേ. അപ്പം അവർക്കുള്ള ഡ്രസ്സുകൾ സെറ്റ് ചെയ്യാനാണ്. അപ്പം മോന് ഡ്രസ്സ് കുളിക്കുമ്പോഴത്തേക്കും മോക്കും കുളിക്കണമെന്ന് പറഞ്ഞിരിക്കും. അപ്പോൾ രണ്ടുപേരെ ഒരുമിച്ചങ്ങ് കുളിച്ച് കയറ്റിയാൽ ആ ഒരു ജോലി അങ്ങ് കഴിയും. അപ്പോൾ മോനിപ്പോൾ തന്നെ കുളിക്കാൻ പഠിച്ചു. അതുകൊണ്ട് തന്നെ കുളിക്കണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നതുകൊണ്ട് അവന് ഒന്നിടവിട്ട് ഒരു ദിവസം ഞാൻ കുളിപ്പിക്കും, ഒരു ദിവസം അവൻ തന്നെയാണ് കുളിക്കുന്നത്. എല്ലാം പഠിക്കട്ടെ അല്ലേ. ഇപ്പോൾ നമ്മളെ ഇവിടെയൊക്കെയാണ് എല്ലാം പേരൻറ്റിങ്ങിന് ചെയ്തു കൊടുക്കുന്നത്. വേറെയുള്ള രാജ്യങ്ങളിലൊക്കെ എല്ലാം അവരെ സ്കൂളിൽ വെച്ച് തന്നെ സെൽഫായിട്ട് എല്ലാം ചെയ്യാനായിട്ട് പഠിപ്പിക്കും. നമ്മളെ കേരളത്തിലാണ് എല്ലാം നമ്മൾ ചെയ്ത് എല്ലാം ബ്രഷ് വരെ എടുത്ത് കൈ കൊടുത്ത് ശീലിപ്പിക്കുന്നത് അല്ലേ. ഈ പ്രായത്തിലല്ല, വലിയ കുട്ടികളായാലും നമ്മളെ എല്ലാം കെയർ ചെയ്യാൻ ആളുള്ളത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇൻഡിപെൻഡൻ്റ് ആവാത്തത്. നമ്മളെ മക്കളെ ഒരുപാടൊന്നും അല്ലെങ്കിലും കുറച്ചൊക്കെ ഇൻഡിപെൻഡൻ്റ് ആവാൻ പഠിപ്പിക്കണം. അവരെ കുളിക്കാൻ പഠിക്കണം, ബ്രഷ് ചെയ്യാൻ പഠിപ്പിക്കണം, എല്ലാം തന്നെ ചെയ്യാൻ ശീലിപ്പിക്കണം. എല്ലാം അങ്ങ് ഏറ്റെടുക്കുകയല്ല, നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവരെ ചെയ്യാനെന്ന് പ്രോത്സാഹിപ്പിക്കണം. അപ്പം മോള് എന്നും മോനെ സ്കൂളിൽ കൊണ്ടാക്കാൻ പോകുമ്പോഴത്തേക്ക് എന്നും കൂടെ പോകും. അതിനായിട്ടാണ് വെപ്രാളം പിടിക്കുന്നത്. അച്ഛൻ പോകും എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് അവളെ ഒരുക്കിയിട്ട് അവിടെ അച്ഛൻ്റെ അടുത്ത് ഉണ്ടാക്കി.
അപ്പോഴത്തേക്ക് ചേട്ടൻ വന്നു. ചേട്ടന് ചായയും മോനും മൂക്കും പാല് കൊടുത്തു വിടും. പാല് കൊടുത്തു വിടുമ്പോഴത്തേക്ക് അവർക്കൊരു മോന് ഭയങ്കര ഇഷ്ടമാണ് പാല്. അതുകൊണ്ട് മോനും മോക്കും രാവിലെ പാല് കൊടുക്കും. അതുപോലെ ചേട്ടന് ചായയും നമുക്ക് കൊണ്ട് കൊടുത്താലോ. അപ്പോൾ ഇതാണ് എൻ്റെ ഹസ്ബൻഡിന് കൊടുത്തു. അപ്പോഴ് തൊട്ട് മോള് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ, പാലിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അടുത്തത് അവർ സ്കൂളിൽ പോകാൻ റെഡിയായി. അപ്പോൾ അമ്മയ്ക്ക് ടാറ്റയൊക്കെ പറഞ്ഞിട്ട് മോളെ ഉമ്മ വയ്ക്കണമെന്നാണ് പറയുന്നത്. അനിയത്തി കുട്ടിയെ ഉമ്മയൊക്കെ വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഒന്നും അല്ല കേട്ടോ, ഇടയ്ക്കിടയ്ക്ക് അടിച്ച് പിരിഞ്ഞ് അടി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും. അപ്പോൾ വന്നുകൊണ്ട് ചെരുപ്പൊക്കെ നല്ല കുട്ടിയാണ് കേട്ടോ. ചേട്ടൻ വന്നാലും ചേട്ടൻ്റെ ചെരുപ്പും എല്ലാം സെറ്റ് ചെയ്ത് ചെരുപ്പൊക്കെ കൊണ്ടുവന്ന് അകത്ത് വയ്ക്കുന്ന മോളാണ്. പിന്നെ അപ്പോഴ് ഒരു യുദ്ധം കഴിഞ്ഞ ഫീലാണ് കേട്ടോ. പിന്നെ ഞാനും മോളും മാത്രമേ കാണത്തുള്ളൂ വീട്ടിൽ. ബാക്കി അമ്മ ജോലിക്ക് പോകും, അച്ഛൻ ജോലിക്ക് പോകും, ഹസ്ബൻഡും മോനും പോയി. ഇനി ഞാനും മോളും മാത്രമുള്ളൂ. അപ്പോൾ ഏകദേശം 9:30 മണിയായി. 9:30 മണിയായപ്പോൾ നമ്മൾ ഏകദേശം എൻ്റെ ജോലികളെല്ലാം കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ ഒരു ഹെൽത്തി ഡയറ്റിൻ്റെ ഭാഗമായിട്ടാണ് ഇത്രയും വിഭവങ്ങളും. ഇപ്പം ഞാൻ ഈ ഉണക്കമുന്തിരിയിട്ട വെള്ളം കുടിക്കുന്നുണ്ട് കേട്ടോ. അത് നല്ല ഒരു ഡ്രിങ്കാണെന്നൊക്കെ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഉണക്കമുന്തിരിയിട്ട് എന്നും കഴിക്കാറുണ്ട്. അത് കഴിഞ്ഞ് വെള്ളം എടുത്തിട്ട് ഞാൻ പഠിക്കാൻ പോയിരിക്കും കേട്ടോ. വൊക്കാബാണ് ഞാൻ പഠിക്കുന്നത്. രാവിലെ ആകുമ്പം മോൾക്ക് TV ഇട്ട് കൊടുക്കും, അല്ലെങ്കിൽ അവൾ ഭയങ്കര ശല്യമാണ് കേട്ടോ, ഒട്ടും പഠിക്കാൻ സമ്മതിക്കത്തില്ല. അപ്പം ഞാൻ ഡെയിലി 10 വൊക്കാബ് വെച്ച് ഞാൻ പഠിക്കുന്നുണ്ട്. അപ്പം രാവിലെ എൻ്റെ ഡ്യൂട്ടി 10 വൊക്കാബ് പഠിക്കുകയാണ്. അപ്പം 100 തവണ അവൾ വരും, വെള്ളം വേണോ, അത് വേണോ, ഇത് വേണോ എന്ന് പറഞ്ഞു. അതുകൊണ്ട് നേരത്തെ കിട്ടി വെള്ളമൊക്കെ എടുത്ത് സെറ്റ് ചെയ്ത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ പറയുക.